നക്ഷത്രമണ്ഡലത്തിലെ 27 വിസ്മയങ്ങളിൽ 25-ാമത്തേത് പൂരുരുട്ടാതി. ആകാശത്തിന്റെ നീലിമയിൽ 2 നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു ശവമഞ്ചത്തിന്റെയോ അല്ലെങ്കിൽ വാളിന്റെയോ ആകൃതിയിൽ തെളിയുന്ന ഈ നക്ഷത്ര സമൂഹം സാധാരണക്കാർക്ക് ഒരുപക്ഷെ വെറുമൊരു പേര് മാത്രമായിരിക്കാം. എന്നാൽ ജ്യോതിഷത്തെയും പ്രപഞ്ചശക്തികളെയും അടുത്തറിയുന്നവർക്ക് പൂരുരുട്ടാതി എന്നത് ഒരു സമസ്യയാണ്, അവസാനിക്കാത്ത ഒരു രഹസ്യമാണ്. എന്താണ് പൂരുരുട്ടാതിയെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്? എന്തുകൊണ്ടാണ് ജ്യോതിഷ പണ്ഡിതന്മാർ ഈ നക്ഷത്രത്തെ 2 മുഖമുള്ള നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു വശത്ത് സ്നേഹസമ്പന്നനായ ദയാലുവും മറുവശത്ത് സർവചരാചരങ്ങളെയും ദഹിപ്പിക്കാൻ ശേഷിയുള്ള അഗ്നിയും ഒരേപോലെ ഒളിപ്പിച്ചു വെക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ ഉദ്വേഗഭരിതമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത് പൂരുരുട്ടാതിക്കാരുടെ ആരും കാണാത്ത കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്രയാണ്. പൂരുരുട്ടാതിയുടെ ദേവതയായ അജൈകപാതൻ എന്ന രുദ്രഭാവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന, അതേസമയം പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ഇടിമിന്നലായി മാറുന്ന ആ ശക്തിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉള്ളിലെ ഊർജം. ഇവർ സമൂഹത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഒരാൾ ഈ നക്ഷത്രക്കാരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാകാം. എന്നിട്ടും അവരുടെ ഉള്ളിലെ സംഘർഷങ്ങളോ അവർ കാത്തു സൂക്ഷിക്കുന്ന രഹസ്യങ്ങളോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലരും പറയാൻ മടിക്കുന്ന പൂരുരുട്ടാതിയുടെ ഇരുണ്ട വശങ്ങളും അതേസമയം തന്നെ പ്രപഞ്ചം ഇവർക്ക് നൽകിയിട്ടുള്ള അമാനുഷികമായ സിദ്ധികളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നു. കുംഭം രാശിയുടെ വിപ്ലവ വീര്യവും മീനം രാശിയുടെ ആത്മീയതയും ഒരേപോലെ സിരകളിൽ ഒഴുകുന്ന ഒരു പൂരുരുട്ടാതിക്കാരന്റെ മനസ്സ് ഒരു ചതുരംഗ പലക പോലെയാണ്. അവിടെ ഓരോ നീക്കവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്, എന്നാൽ അപ്രതീക്ഷിതവുമാണ്. മരണത്തെയും പുനർജന്മത്തെയും പ്രതീകപ്പെടുത്തുന്ന ഈ നക്ഷത്രം പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ സൃഷ്ടിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ ആയുധമാണ്. നശീകരണത്തിലൂടെയുള്ള നിർമ്മാണം എന്നതാണ് ഇവരുടെ ജീവിതമുദ്ര. അതുകൊണ്ടാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരികളിലും ചിന്തകരിലും ആത്മീയ ഗുരുവര്യന്മാരിലും പൂരുരുട്ടാതിയുടെ സ്വാധീനം കാണാൻ കഴിയുന്നത്. ഈ യാത്രയിൽ നമ്മൾ തിരയുന്നത് വെറും രാശിഫലങ്ങളല്ല, മറിച്ച് ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ അസ്ഥിവാരങ്ങളെയാണ്. എന്തുകൊണ്ടാണ് അവർ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു വിങ്ങലോ അല്ലെങ്കിൽ ഒരു ദൂരക്കാഴ്ചയോ ഒളിഞ്ഞിരിക്കുന്നത്? ഇവരുടെ പ്രണയം, ഇവരുടെ പക, ഇവരുടെ ആത്മീയത ഇതെല്ലാം സാധാരണക്കാരന് അപ്രാപ്യമായ തലങ്ങളിലാണോ? നമ്മൾ പൂരുരുട്ടാതിയുടെ അറിയാക്കഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. നിശബ്ദമായ ജലാശയത്തിന് താഴെ അലതല്ലുന്ന തിരമാലകൾ പോലെ ഈ നക്ഷത്രക്കാരുടെ ഉള്ളിലെ ലോകം നമുക്ക് മുന്നിൽ അനാവൃതമാകുന്നു. വാക്കുകൾ കൊണ്ട് വരച്ചിടുന്ന ഈ നക്ഷത്ര ചിത്രം കേവലം അറിവിനേക്കാൾ ഉപരി ഒരു തിരിച്ചറിവാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 25-ാമത്തേതാണ് പൂരുരുട്ടാതി. ആകാശമണ്ഡലത്തിൽ 2 നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു മഞ്ചലിന്റെയോ ശവമഞ്ചത്തിന്റെയോ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ നക്ഷത്ര സമൂഹം വിസ്മയങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ്. കുംഭം രാശിയിൽ അവസാന 3 ഡിഗ്രി 20 മിനിറ്റും മീനം രാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രിയും ചേർന്നതാണ് ഈ നക്ഷത്രം. ഇതിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ പ്രതീകവും ദേവതയും പരിശോധിക്കുമ്പോൾ വ്യാഴത്തിന്റെ ശാന്തതയ്ക്കപ്പുറമുള്ള ഒരു തീക്ഷ്ണത ഇവിടെ ദർശിക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കുക അസാധ്യമാണ്. ഇവർ 2 മുഖമുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ്. ഇതിനെ കാപട്യം എന്ന് വിളിക്കാനാവില്ല, മറിച്ച് ഇവരുടെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന പരിഷ്കർത്താവ്, മറുവശത്ത് തീക്ഷ്ണമായ കോപവും ആത്മീയമായ ഉൾവലിയലുമുള്ള ഒരു താപസി. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം മഞ്ചലിന്റെ മുൻഭാഗം അല്ലെങ്കിൽ വാളാണ്. ഇത് മരണത്തെയും പുനർജന്മത്തെയും അല്ലെങ്കിൽ പഴയതിനെ വെട്ടിമാറ്റി പുതിയതിന് പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം നിരന്തരമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അജൈകപാതനാണ്. ഈ പേര് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. ഏകപാതനായ ആടെന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് രുദ്രന്റെ ഒരു ഭാവമാണ്. പ്രപഞ്ചത്തിലെ ഇടിമിന്നലിന്റെയും കൊടുങ്കാറ്റിന്റെയും ദേവനാണിത്. ഒറ്റക്കാലിൽ നിൽക്കുന്ന അജൈകപാതൻ ഏകാഗ്രതയെ സൂചിപ്പിക്കുന്നു. പൂരുരുട്ടാതിക്കാർക്ക് അസാധാരണമായ ഏകാഗ്രതയുണ്ടാകും. അവർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കാൻ എത്ര കഠിനമായ പാതയും സ്വീകരിക്കും. ഈ നക്ഷത്രം ഉഗ്ര നക്ഷത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ദേഷ്യമായോ വാശിയായോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിനായുള്ള തീവ്രമായ ആഗ്രഹമായോ പുറത്തുവരാം. ഈ അഗ്നിയാണ് ഇവരെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുന്നത്. ഇവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. വ്യാഴം അധിപനായതുകൊണ്ട് തന്നെ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇവർക്ക് വലിയ കൗതുകമാണ്. ജ്യോതിഷം, മന്ത്രവാദം, തത്വചിന്ത എന്നിവയിൽ ഇവർക്ക് സ്വാഭാവികമായ വാസനയുണ്ടാകും. കുംഭം രാശിയിൽ ജനിച്ച പൂരുരുട്ടാതിക്കാർ കൂടുതൽ വിപ്ലവകാരികളും സാമൂഹിക മാറ്റം ആഗ്രഹിക്കുന്നവരുമായിരിക്കും. എന്നാൽ മീനം രാശിയിൽ വരുന്നവർ കൂടുതൽ ഭക്തിയുള്ളവരും ദയാലുക്കളുമായിരിക്കും.
കാലഹരണപ്പെട്ട ആചാരങ്ങളെ ഇവർ വെല്ലുവിളിക്കും. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ മനസ്സ് വായിക്കുക എന്നത് പ്രയാസകരമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയാത്ത ചില രഹസ്യങ്ങൾ ഇവർ എപ്പോഴും കാത്തു സൂക്ഷിക്കും. ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെക്കും. പക്ഷേ അത് പരസ്യപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കില്ല. ഏത് സങ്കീർണമായ പ്രശ്നവും എളുപ്പത്തിൽ പരിഹരിക്കാൻ ഇവർക്ക് കഴിയും. പ്രസംഗകലയിൽ ഇവർ മിടുക്കരായിരിക്കും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ഒരുതരം അവബോധമുണ്ടാകും. സ്വന്തം ലാഭത്തേക്കാൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഇവർ മുൻഗണന നൽകും. ഓരോ നക്ഷത്രത്തിനും ഒരു നിഴൽ വശമുണ്ടാകും. പുരുരുട്ടാതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശക്തമാണ്. ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടും. അത് വാശിയായി മാറിയാൽ ഇവർ ശത്രുക്കളെ തകർക്കാൻ ഏതറ്റം വരെയും പോകും. ഇടയ്ക്കിടെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കാനുള്ള പ്രവണത ഇവരെ വിഷാദത്തിലേക്ക് നയിച്ചേക്കാം. മറ്റുള്ളവരിലെ കുറവുകൾ പെട്ടെന്ന് കണ്ടെത്തുകയും അത് ക്രൂരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവരുടെ സ്വഭാവമാണ്. ചില പൂരുരുട്ടാതിക്കാർ പുറമെ മാന്യന്മാരായി നടക്കുമ്പോൾ തന്നെ രഹസ്യമായി അധാർമികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടേക്കാം. ഇത് വ്യാഴത്തിന്റെ ദുർബലമായ അവസ്ഥയിലായിരിക്കും സംഭവിക്കുക. പൂരുരുട്ടാതിക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഇവർ സ്വന്തം സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്നവരാണ്. പങ്കാളിയിൽ നിന്ന് അമിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ അതിവർക്ക് സഹിക്കില്ല. എങ്കിലും തന്റെ പങ്കാളിയെയും മക്കളെയും അതിരറ്റ് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും. അമ്മയുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടാകും. വ്യാഴത്തിന്റെയും ശനിയുടെയും സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ അധ്യാപനം, നിയമം, ഗവേഷണം, ശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. കൂടാതെ മനഃശാസ്ത്രജ്ഞർ, കൗൺസിലർമാർ, ജ്യോതിഷം, ഗൂഢശാസ്ത്രങ്ങൾ, രാഷ്ട്രീയം, സാമൂഹിക പ്രവർത്തനങ്ങൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ്. കാൽപാദം, കണങ്കാൽ എന്നീ ഭാഗങ്ങളെയാണ് ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത്. അതിനാൽ ഈ ഭാഗങ്ങളിൽ പരിക്കേൽക്കാനോ നീര് വരാനോ സാധ്യതയുണ്ട്. കൂടാതെ ദഹന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവയും ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ഇവർക്ക് അത്യാവശ്യമാണ്. പുരാണങ്ങളിൽ പ്രളയകാലത്ത് പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കാൻ സഹായിക്കുന്ന അഗ്നിയുമായി ഈ നക്ഷത്രത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സംവർത്തക അഗ്നി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ സൃഷ്ടിക്കുക എന്നതാണ് പൂരുരുട്ടാതിയുടെ യഥാർത്ഥ ധർമ്മം. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിന്റെ പകുതി വഴിയിൽ വെച്ച് പൂർണ്ണമായും മാറുന്നത് കാണാം. ഒരു ബിസിനസ്സുകാരൻ പെട്ടെന്ന് സന്യാസിയാകുകയോ സാധാരണക്കാരൻ വലിയൊരു വിപ്ലവകാരിയാകുന്നതോ ഒക്കെ പൂരുരുട്ടാതിയുടെ പ്രത്യേകതയാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. രുദ്രരൂപത്തിലുള്ള ശിവനെ ആരാധിക്കുന്നത് ദേഷ്യം കുറയ്ക്കാനും ശാന്തി ലഭിക്കാനും സഹായിക്കും. വ്യാഴത്തിന്റെ പ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ധരിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. സിംഹമാണ് ഈ നക്ഷത്രത്തിന്റെ മൃഗം. സിംഹത്തെ പോലെ ഗാംഭീര്യവും എന്നാൽ ഒറ്റപ്പെട്ടതുമായ ജീവിതമാണ് ഇവരുടേത്. തേന്മാവ് നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. പൂരുരുട്ടാതി നക്ഷത്രം ഒരു കടൽ പോലെയാണ്. ഉപരിതലത്തിൽ ശാന്തമെന്ന് തോന്നുമെങ്കിലും ആഴങ്ങളിൽ വലിയ തിരമാലകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ലോകത്തിന്റെ വെളിച്ചമായി മാറാൻ കഴിവുള്ളവരാണ്. തങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ നശീകരണത്തിനല്ല, മറിച്ച് ലോകത്തിന്റെ നന്മയ്ക്കും സ്വന്തം ശുദ്ധീകരണത്തിനുമായി ഉപയോഗിച്ചാൽ ഇവർക്ക് കൈവരിക്കാനാവാത്ത നേട്ടങ്ങളില്ല. പൂരുരുട്ടാതിക്കാർ ഒരു പാഠമാണ്. പഴയതിനെ ഉപേക്ഷിക്കാതെ പുതിയത് നേടാനാവില്ല എന്ന പ്രപഞ്ച സത്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ശുദ്ധീകരിച്ച് പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ പദ്ധതിയാണ്. ഈ തിരിച്ചറിവാണ് പൂരുരുട്ടാതിയുടെ ഏറ്റവും വലിയ രഹസ്യം.